സമ്പാദ്യശീലം ഏതൊരാൾക്കും വേണ്ട അടിസ്ഥാനപരമായ ശീലമാണ്. മക്കളിൽ ധനശേഖരണത്തിൻ്റെ പതിവ് വളർത്തിയെടുക്കുക എന്നത് അത്യന്താപേക്ഷിതമായ ഒരു മികവായ കഴിവാണ്. കുട്ടികൾ പണം സംരക്ഷിക്കാൻ പഠിക്കുന്നത് ഉത്തരവാദിത്വവും ധനപരമായ നൈപുണ്യവും വളർത്താൻ സഹായിക്കുന്നു. ചില ഗുണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഗുണം മൂല്യബോധമാണ്. ധനശേഖരണം മക്കളിൽ സാമ്പത്തിക മൂല്യബോധം വികസിപ്പിക്കുന്നു. അവർ ചെലവുകളുടെ പരിമിതികൾ തിരിച്ചറിയുകയും പണം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ബോധവാന്മാരാകുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ലക്ഷ്യം നിശ്ചയിക്കാനുള്ള കഴിവാണ്. മക്കൾക്ക് ഒരു വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കാനും അതിനുള്ള പണം കണ്ടെത്താനും സംഭരിക്കാനും ശ്രമിക്കുക വഴി അവർക്ക് മുന്നൊരുക്കം നിർവഹിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. മൂന്നാമത്തേത് ഉത്തമ ശീലം ഉണ്ടാക്കലാണ്. ധനശേഖരണം കുട്ടികളിൽ സംയമനവും ഉത്തരവാദിത്വവും ഉണ്ടാക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് താങ്ങായി തൻ്റെ സ്വന്തം സമ്പാദ്യം കൈകാര്യം ചെയ്യാൻ അവർ അഭ്യസിക്കുന്നു. നാലാമത്തെ കാര്യം, ദാനത്തിനും സഹകരണത്തിനും ഉള്ള പ്രാധാന്യം കുട്ടികൾ കണ്ടെത്തുന്നു. ചിലർ ഇപ്പോൾ കുട്ടികൾക്ക് സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും ധനശേഖരണം നടത്താൻ പ്രചോദനം നൽകാം. അവരെ സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ സഹായിക്കാൻ പ്രാപ്തമാക്കുകയും മനുഷ്യത്വം വളർത്തുകയും ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ പഠിക്കുന്നു. അഞ്ചാമത്തെ കാര്യം ധനമൂല്യങ്ങളുടെ ബോധവൽക്കരണമാണ്. മക്കളെ ചെറിയ പ്രായത്തിലെ പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തുന്നത് പണം എങ്ങനെ സംരക്ഷിക്കാമെന്നതും അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ പണം എങ്ങനെ ഉപയോഗിക്കാമെന്നും അവർ ബോധവാന്മാരാകുന്നു. ഇതുവഴി പണത്തിൻ്റെ വിലയും പോരായ്മകളും കുറിച്ച് അവർ പഠിക്കുന്നു. ആറാമത്തെ കാര്യം ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് ചില പ്രായോഗിക ഉത്തരവാദിത്തങ്ങൾ നൽകുന്നത് അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് സഹായിക്കുന്നു. ഓരോരുത്തരും സ്വയം സമ്പാദനത്തിനും ധനസംഭരണത്തിനും ശ്രമിക്കുമ്പോൾ ഒരു സുഖകരമായ ഭാവി നിർമ്മിക്കുന്നതിന് അവരുടെ പങ്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഏഴാമത്തെ കാര്യം ആത്മവിശ്വാസമാണ്. ഏതൊരാൾക്കും വേണ്ടത് അവരവരുടെ കഴിവുകളെ വിശ്വസിക്കുകയും അതുവഴി അവർ ഉന്നതിയിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. ഇവിടെ ചെറുപ്രായത്തിൽ തന്നെ പണം സംരക്ഷിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനുള്ള കഴിവ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായ പരിശ്രമവും കൂട്ടായ ശ്രമവും ചെയ്യാൻ അവർ സജ്ജരാകും. എട്ടാമത്തെ കാര്യം ധനവിനിയോഗം നിക്ഷേപം പഠിപ്പിക്കലാണ്. കൂടുതൽ പ്രായപൂർത്തിയാകുമ്പോൾ മക്കൾക്ക് പണമിടപാടുകൾ, നിക്ഷേപ മാർഗങ്ങൾ, ചെലവുകൾ നിയന്ത്രിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നതിന് അവർക്കിടയിൽ സാമ്പത്തിക വിജ്ഞാനം വളർത്തുന്നതിനും ഈ ധനസംഭരണം ഉപയോഗപ്പെടുത്തുന്നു. ഒമ്പതാമത്തെ കാര്യം ദീർഘകാല സാമ്പത്തിക സുരക്ഷയുടെ പ്രാധാന്യം. പണം ഉപജീവനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന തിരിച്ചറിവ് മക്കളിൽ പണം ഉണ്ടാക്കാനും അത് ശരിയായി വിനിയോഗിക്കാനും പ്രേരിപ്പിക്കുന്നു. നീണ്ടകാല സാമ്പത്തിക സുരക്ഷയുണ്ടാക്കുന്നതിനുള്ള പദ്ധതികളും നിക്ഷേപ മാർഗങ്ങളും അവരെ ഉത്സാഹിപ്പിക്കും. പത്താമത്തെ കാര്യം ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ മനസ്സിലാക്കലാണ്. കുട്ടികൾക്ക് ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ നിർവചനത്തെക്കുറിച്ചുള്ള അറിവ് പകരുക അവരുടെ സാമ്പത്തിക തീരുമാനങ്ങൾ കൂടുതൽ ബുദ്ധിപൂർവ്വം എടുക്കാൻ സഹായിക്കാം. മൊത്തത്തിൽ ധനശേഖരണ ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുന്നത് സാമ്പത്തിക ബോധവും ഉത്തമശീലരുള്ളവരായി മാറുന്നതിനും സ്വന്തം ആവശ്യങ്ങൾക്ക് പണം എങ്ങനെ കണ്ടെത്താം എന്നുള്ള പ്രചോദനം നൽകാനും ഈ സാമ്പത്തിക സംരംഭം സമ്പാദനശീലം കുട്ടികളെ സഹായിക്കുന്നു.